ഹലോ ഗായ്സ്, നമ്മളെ നോക്കിയാൽ മതി. ഈ സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകളോ കുട്ടികളോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവരായിരിക്കും മാക്സിമം ID കാർഡ് ഇടുന്നത്. പുരുഷന്മാരങ്ങനെ ID കാർഡ് അധികം ഇടാറില്ല. ട്രാവലിംഗ് സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഓഫീസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കോളേജോ സ്കൂളോ എന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ ആൺകുട്ടികൾ ഈ പറഞ്ഞ കണക്ക് അതിനകത്തിടും. പക്ഷെ പറഞ്ഞ കണക്ക് അകത്ത് പോലും ഇടാൻ മടിയാണ്. ഓക്കെ, പക്ഷെ പുറത്ത് ഈ പറയുന്ന സമയത്ത് മാക്സിമം അവരത് ഒഴിവാക്കും. ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എംപവേർഡ് ഫീലിംഗ് ആണ്. ഇപ്പം പ്രത്യേകിച്ച് ഒരു തൊഴിലുള്ള സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ കണക്കല്ലല്ലോ. ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മാറ്റം കാണിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനൊരു സ്റ്റീരിയോടൈപ്പായി പോയി. ഓക്കെ, അതേസമയം പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാക്സിമം അവർക്ക് ഇത് ID ഒഴിവാക്കാനേ നോക്കത്തുള്ളൂ. ID കാർഡ് അതെന്താണ്, അവർക്കൊരു കടിഞ്ഞാണ് കണക്കൊരു ഫീലിംഗ് ആണ്. ഓക്കെ, അപ്പം അവരെന്താണ് മാക്സിമം ഫ്രീ ആയിട്ട് നടക്കാൻ നോക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണ്. പിന്നെ സ്ത്രീകളെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു നിയമം ലംഘിക്കാണ്ട് പോവുക എന്നുള്ള ആ ഒരു ഇതുമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കുറേ ഒരു സ്റ്റീരിയോടൈപ്പ് ആയതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പം കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലയിടത്തൊന്നും കമ്പൽസറി അല്ല, പക്ഷേ അവർ എന്ത് ചെയ്യും, ലേഡീസ് ഇടും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് മെൻസ് അങ്ങനെ അധികം ID കാർഡൊന്നും ഇടാറില്ല. മാക്സിമം എന്താണ് ഇടാണ്ടൊക്കെ നോക്കാറേ ഉള്ളൂ. ഓക്കെ, പിന്നെ കമ്പൽസറി ആയിട്ടുള്ള എടുത്ത് ഓക്കെ കോളേജിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ ഓഫീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലയിടത്ത് കമ്പൽസറി അല്ല, ചിലയിടത്ത് കമ്പൽസറി ആണ്. അപ്പം കമ്പൽസറി അല്ലാത്തടുത്ത് നിങ്ങൾ നോക്കിക്കോ, ഉറപ്പായിട്ടും ഈ പുരുഷന്മാർ ID കാർഡ് മാക്സിമം ഒഴിവാക്കാനേ നോക്കത്തുള്ളൂ. അതേസമയം സ്ത്രീകളോ അവരിടും. ബിക്കോസ് അവർക്കൊരു എംപവേർഡ് ഫീലിംഗ് ആണ് ഇടുന്ന സമയത്ത്. അല്ല, ഒന്നാമത് അവർ ഓക്കെ സെൽഫ് എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ സെൽഫായിട്ട് അവർക്ക് എന്താണ് സർവൈവ് ചെയ്യാൻ പറ്റുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതായിരിക്കാം. ഓക്കെ, എനിവേ ഗുഡ്.